ഓരോ പോലെ വ്ളോഗ് ചെയ്യട്ടെ, നമ്മളെ പണിയെടുക്കുക. വൈറലാവേണ്ട കാര്യങ്ങളെ വൈറലാവും. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് വേണം. അത്യാവശ്യം മോശമായിട്ട് കൊടുക്കുന്നുണ്ട്, വളരെ മോശമായിട്ട് കൊടുക്കുന്നുണ്ട്. ചിലത് പക്ക ബോറാണ്, കുറച്ച് ഓവറാണ്. ഇൻഫ്ലുവൻസേഴ്സ് തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട്. ആ പേരിന്റെ അർത്ഥം തന്നെ എന്താണ്? ഇൻഫ്ലുവൻസറെ സ്വാധീനിക്കുക എന്നുള്ളത്. കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരുപാട് യൂട്യൂബേഴ്സ്, നല്ല അഭിപ്രായമില്ല, ചീത്ത അഭിപ്രായമില്ല. എനി കൈൻഡ് ഓഫ് ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കണം, ഇപ്പോഴത്തെ ജനറേഷൻ വിചാരിക്കുന്നത് അത് അങ്ങനെ ഒരു ലൈഫാണ്. റിയാലിറ്റി അതല്ല. നമ്മുടെ വസ്ത്രധാരണ മുതൽ ചിന്താഗതികളെ വരെ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നിയന്ത്രിക്കുന്നുണ്ടോ? അവർ സമൂഹത്തിന് നൽകുന്നത് കൃത്യമായ അറിവാണോ അതോ വെറും പരസ്യങ്ങളാണോ? ഇതിനെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഇനി ജനം പറയട്ടെ. അറിയില്ല. അഭിപ്രായം നല്ലവരുണ്ട്, കേടുവന്നവരുണ്ട്. സാധിക്കുന്ന നല്ല അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല അഭിപ്രായം തന്നെയാണ്. എന്നെ സാധിക്കുന്നതല്ല, അവര് നല്ല പ്രവർത്തനങ്ങൾ, നല്ല കാഴ്ചകളൊക്കെ, അതായത് ചിലപ്പോ നല്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ പിന്നെ അവരെന്നെ ഇപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് അങ്ങനത്തെ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചീത്ത എന്ന് പറയാനില്ല, നല്ല സ്വാധീനിക്കുന്നു. എന്താ അഭിപ്രായം? ഓരോ പോലെ വ്ളോഗ് ചെയ്യട്ടെ, നമ്മളെ പണിയെടുക്കുക. സ്വാധീനിക്കലൊന്നുമില്ല, നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിന് നമ്മളും പോവും, ഓരോ ഇഷ്ടത്തിനും പോവുക. പ്രത്യേകിച്ച് സ്വാധീനിക്കലൊന്നുമില്ല. നല്ലത് നമ്മൾ എടുക്കും, ചീത്ത നമ്മൾ ഒഴിവാക്കും. അതേപോലെ തന്നെ പോലും നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കും പോലെയാണ്. അത് ചീത്തതായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ചല്ലേ, അല്ലാതെ മുഴുവൻ ചീത്തതായിട്ടും മുഴുവൻ നല്ലതായിട്ടും ഇല്ലല്ലോ. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചൊക്കെ ഉണ്ടാവും. ഒരു പകുതി ആൾക്കാരൊക്കെ നല്ല കുറച്ച് ന്യൂസൊക്കെ വിട്ടിട്ടുണ്ട്, ചിലത് കുറെ ഫേക്കും വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കണില്ല. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലത് നല്ലതായി തോന്നുന്നുണ്ട്, ചിലത് മോശമായ രീതിയിലും കാണുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ അധികം എന്റർടൈൻമെന്റിൽ ആഗ്രഹിക്കുന്നു. അവർ അത്തരത്തിലുള്ള വീക്ഷിക്കണ്ടോന്ന് എനിക്ക് തോന്നണില്ല. ഉണ്ടായിരിക്കാം, മേ ബി. അതിനെപ്പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞാൽ വൈറലാവേണ്ട കാര്യങ്ങളെ വൈറലാവും. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് വേണം, എന്നാൽ വൈറലാവും. പിന്നെ അതൊരു ട്രെൻഡായി മാറിപ്പോൾ. സോഷ്യൽ മീഡിയ പൾസ് കൂടുതലാണ് ഇപ്പോൾ, അതാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ, പണ്ടത്തെ പോലെയല്ല. അതായിരിക്കാം. അതുണ്ട്, നല്ല കൊണ്ട് മോശം രീതി, രണ്ട് രീതി. അങ്ങനെ പറഞ്ഞാൽ നല്ലത് കുറേ നല്ല കാര്യങ്ങൾ കേൾക്കുന്നു. അത്യാവശ്യം മോശമായിട്ട് കൊടുക്കുന്നുണ്ട്, വളരെ മോശമായിട്ട് കൊടുക്കുന്നു. വളരെ വളരെ മോശമായിട്ട്. അത്രയും മോശമായിട്ടല്ലേ പലതും ഇതിൽ വരുന്നത്, യൂട്യൂബിൽ ഇതിലൊക്കെ വരുന്നത്. സത്യല്ലേ? ചിലത് പക്ക ബോറാണ്, കുറച്ച് ഓവറാണ്. ചിലത് നമുക്ക് ഇൻഫോർമേഷൻ നല്ല അറിവൊക്കെ തരുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ വരുന്ന തലമുറയ്ക്ക് നല്ല അഭിപ്രായമാണ്. നല്ല ഗുഡ് ഇൻഫോർമേഷൻ നൽകണ വ്യക്തികളുണ്ട്. അതായത് നമ്മൾ ഈ സോഷ്യൽ വർക്കൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് നല്ല മോട്ടിവേഷനാണ്. നല്ലതല്ലേ? അത് ആളുടെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആയാലും ഫുഡൊക്കെ ആയാലും ഉണ്ടല്ലോ. എങ്ങനത്തെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല, എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഒരാളായിരിക്കണം. അപ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ക്ലോത്ത്സ് ചൂസ് ചെയ്യാനും പിന്നെ പോയിട്ട് എങ്ങനെയൊക്കെ എടുക്കണം ഇതാക്കണം എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ തന്നെ വരുന്നത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ല, ഇതേപോലെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് കൊടുക്കാൻ പോയത്. മോശമായിട്ടുള്ള രീതിയിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നന്നല്ലല്ലോ. അതിനോട്
ഫേവറേറ്റ് എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ഇഷ്ടം. അവളുടെ ബ്യൂട്ടി ബ്ലോഗ്സും കാര്യങ്ങളും പിന്നെ അവളുടെ കോൺഫിഡൻസും ആ കുഴപ്പമില്ല. ആളുടെ കോൺഫിഡൻസും പിന്നെ അതേമാതിരി അവളുടെ ലൈഫിൽ വന്ന ചേഞ്ചസും അതുകൊണ്ട് അവളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണലൊന്നുമില്ല ബ്ലോഗ്സ് കാണലൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് കാണലുണ്ട്, എന്നാൽ കാണലുണ്ട് അങ്ങനെ. അവരുടെ സംസാരം അയാളുടെ ഇതൊക്കെ നല്ല രസമാണ്. അങ്ങനെ വീഡിയോസ് കണ്ടോ ഡ്രസ്സിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട് അതുപോലെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട്. ആ പേരിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഇൻഫ്ലുവൻസറെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമൂഹത്തിനോട് പറയുമ്പോൾ സമൂഹത്തിൽ അതിൻ്റെ ചലനം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് വളരെ സാധ്യതയുള്ള കാലഘട്ടമാണിത്. കാരണം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ ഇത്ര പ്ലാറ്റ്ഫോമുകളിലാണ് ഇന്ന് എല്ലാം നടക്കുന്നത്. ഞാനും ഒരു അഡ്വർടൈസറാണ്. നമ്മളും നമ്മുടെ കാര്യങ്ങളെല്ലാം നീക്കുന്നത് ഇതിലൂടെ തന്നെയാണ്. അപ്പോൾ ഇന്ന് യൂത്ത് കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാമിലാണ്. നമ്മൾ കാണാത്തൊരു ലോകം അവിടെ ഉണ്ട്. കാരണം ഇൻസ്റ്റയിൽ യൂത്ത് ചെയ്യുന്ന കാര്യം ഒന്നും നമുക്കറിയത്തില്ല. കാരണം എബോവ് 40 ഏജുള്ളവരൊക്കെ അധികം ഫേസ്ബുക്കിലാണ്, അതിന് താഴെയുള്ളവരൊക്കെ ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റ വെരി അഡ്വാൻസ്ഡ് ആണ്, ഫേസ്ബുക്ക് അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇൻസ്റ്റയിൽ വഴി നമുക്കിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും ഒക്കെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് അത്രമാത്രം സാധ്യതകൾ ഉണ്ട്. നെഗറ്റീവ് ഉണ്ടല്ലോ. കാരണം ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേൽ തല്ല്, വിവാദമൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വെറുതെ ടൈം കളയാണ് കൂടുതൽ പേരും. കാരണം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സും അതൊക്കെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സും പലരും എന്താണ് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് എന്തിനും ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ്. പോസിറ്റീവ് മാർക്കറ്റിംഗ് ആണ് ശരിക്കും വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം എന്തും ബിസിനസ് ആക്കുക, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നോക്കുന്നില്ല. ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നവർ കുറേ ഉണ്ടാവും. പക്ഷെ അവർക്ക് നഷ്ടമുണ്ടോ എന്നുള്ളതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇവരുടെ ബിസിനസ്, ഇവരെ പോസിറ്റീവ് പിന്നെ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ അത് നെഗറ്റീവായിട്ട് വരും. നമ്മൾ സമൂഹത്തിന് എപ്പോഴും കാണണം. സമൂഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കും. അതെ, തീർച്ചയായും ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സ്കില്ലാണ് പ്രധാനമായിട്ടും വേണ്ടത്. കാരണം നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. പഠനത്തിൻ്റെ അപ്പുറം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ സ്കില്ലുണ്ടെങ്കിലാണ് വളരുക. അപ്പോൾ ഞങ്ങളും AI വീഡിയോ വെച്ചാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റാഫുകളുണ്ട്. ആ സ്കില്ല് ഉപയോഗിച്ച് ഞങ്ങൾ നൂതന വീഡിയോകൾ ചെയ്തു കൊടുക്കുന്നു. അതുവഴി ഞങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ ചോദ്യം എന്തായിരുന്നു? ആ, അതെ അതെ അതെ, തീർച്ചയായും ഉണ്ട്. കാരണം ഇപ്പോൾ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, വൈറലാവാൻ എന്തും ചെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യുന്നോ അതിനെ വൈറലാക്കുകയാണ്. അതിപ്പോൾ പെൺകുട്ടികളൊക്കെ ശരിക്ക് കുറച്ച് കൂടുതൽ എക്സ്പോഷറായിട്ട് വരുന്നുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? കൂടുതൽ ആളുകൾ കാണുക. കാരണം അവരെ പിന്നെ നാളെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒന്നും അവർ നോക്കുന്നില്ല. അപ്പോൾ വൈറലാവാൻ എന്തും ചെയ്യുന്ന കാലഘട്ടമാണ്. അത് നെഗറ്റീവാണ്. നമ്മൾ പോസിറ്റീവായിട്ട് നല്ല കാര്യം ചെയ്ത് വൈറലാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അതായത് ചില ആളുകൾ നല്ല കണ്ടന്റ് കൊണ്ടുവരും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പിന്നെ വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരത് നമ്മൾ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്വാധീനിക്കില്ലേ? ചില വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കൂലേ? സ്വാധീനിക്കുന്നുണ്ട് തന്നെയാണ് അഭിപ്രായം. ലൈഫ് സ്റ്റൈലിലായിട്ടില്ല, പക്ഷെ സമൂഹത്തിനെ ഒന്നടങ്കം സ്വാധീനിക്കുന്ന വിഷയങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ എടുത്തു പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഒത്തിരി കണ്ടന്റ് കൊണ്ടുവരുന്ന ആളുകളില്ലേ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഒരുപാട് ആളുകൾ യൂട്യൂബിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തന്നെ അഭിപ്രായം. നെഗറ്റീവായിട്ടോ? ഇപ്പം എന്താ പറയുക, കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ കാണുന്നില്ലേ, പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ തെളിവില്ലാതെ
അവർക്ക് ആളുകളെ പിന്നെ വീഡിയോ കാണുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പൊ മാധ്യമങ്ങളെക്കാൾ ഇപ്പോഴത്തെ ആൾക്കാര് ഇൻഫ്ലുവൻസർമാരെയാണ്. ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ കാണുന്നത് സോഷ്യൽ മീഡിയ ആണ്. കാരണം നമ്മൾ കയ്യിൽ ഫോണാണല്ലോ, ഏത് സമയത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, FB ഉണ്ട്, യൂട്യൂബ് ചാനൽ വളരെ യൂട്യൂബ് ചാനലുകളാണ് കാണല്. TV ഇരുന്ന് കാണല് വളരെ റയറല്ലേ. ചിലത് നല്ല ഇൻഫർമേഷൻ കിട്ടും, ചിലത് അവരുടെ റീച്ചിന് വേണ്ടി മാത്രമായിട്ടുള്ള ഡ്രസ്സിങ്ങും ഫുഡിന്റെ ഡ്രസ്സ്. ചിലത് ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉള്ളവരുണ്ട്, ചിലത് പരസ്യത്തിനായിട്ട് ചെയ്യുന്ന ആ ഒരു ഇതുണ്ട്. അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ റിയലാണ്. അതൊരിക്കലും ഇല്ല. ഇപ്പോഴത്തെ ജനതയ്ക്ക് ഇൻഫ്ലുവൻസർമാർ ഇപ്പോൾ ടീച്ചേഴ്സിനെ കാട്ടിയും അമ്മമാരെ കാട്ടിയും അവർ ഫോണാണല്ലോ യൂസ് ചെയ്യണേ. അപ്പൊ അവരെ സ്വാധീനിക്കുന്നത് തോന്നിയിട്ടുണ്ടോ? ഒരു അമ്മയെന്നുള്ള നിലയിൽ എന്താണ് അതിന് കുട്ടികൾ ഈ ഒരു വ്ളോഗ്സ് കാണുമ്പോൾ അവർക്ക് ആ ഒരു അഡിക്റ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും, അങ്ങനെയുള്ള ഫുഡിന്, ഡ്രസ്സിന്, അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു കൂടുതൽ അങ്ങനെയുള്ളതിനോട് താല്പര്യം വരികയാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർമാർ പറയണത് കേട്ടിട്ടൊക്കെയാണോ വാങ്ങുന്നത്? അവരുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ടാണോ വാങ്ങുന്നത്? ഞാൻ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അധികം വാങ്ങാറില്ല. കുഴപ്പമൊന്നുമില്ല. അവരെ നിന്റെ ലൈഫ് സ്വാധീനിക്കുന്നത് ഡ്രസ്സിങ്ങോ ഫുഡിന്റെ കാര്യത്തിലൊക്കെ അവരെ നോക്കിയൊക്കെ വാങ്ങാറൊക്കെ ഉണ്ടോ? പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാറുണ്ട്? അങ്ങനെ ഫുഡൊക്കെ വാങ്ങാറുണ്ട്. അവര് നിന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, ഡ്രസ്സൊക്കെ വാങ്ങും. ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസറാണ് വിഷ്ണു. അവൻ നല്ല കെയറാണ്, പെരുമാറ്റം ആൾക്കാരൊക്കെ ഇട്ട് ഭയങ്കര പെരുമാറ്റമാണ്, നല്ല കെയറിങ് ആണ്, നല്ല ഇഷ്ടമാണ്. കെയറായി നല്ല കാര്യം തന്നെയാണ്. എങ്ങനെ റിയൽ ലൈഫ് ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. മറ്റ് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നല്ല അഭിപ്രായമില്ല, ചീത്ത അഭിപ്രായമില്ല. അത് ചില വ്ളോഗർമാരെ കാണുമ്പം വെറുപ്പ് തോന്നുന്നുണ്ട്. അത്രയും വൃത്തികെട്ട രീതിയിലാണ് ചില അവരുടെ പരിപാടികൾ നടക്കുന്നത്. ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് നല്ല ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് സ്വാധീനിക്കുന്നുണ്ടെന്ന് വെച്ചുണ്ട്, പക്ഷെ അത് എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. രണ്ടും ഉണ്ട്. ഒരു കോയിന് രണ്ട് വശം ഉണ്ടല്ലോ, അതേപോലെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഒരു പരിധി വരെ മാത്രമേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ല, എല്ലാം അറിഞ്ഞിരിക്കുക. അത് വിശ്വസിക്കണം എന്ന് പറയാൻ ഞാൻ ആളല്ല, വിശ്വസിക്കേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കണ്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തിട്ട് തീരുമാനം എടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കോപ്രായം കാണിച്ച് വൈറലാവാനും പറ്റും, സ്കില്ല് കൊണ്ട് വൈറലാവാനും പറ്റും. പക്ഷേ ചിലപ്പോൾ സ്കില്ല് കൊണ്ട് വൈറലാവുന്നതായിരിക്കാം ഒരു എന്താ പറയുക ലൈഫ് ലോങ് കൂടെ നിൽക്കുക. ഈ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ താൽക്കാലികമായിട്ട് നിലനിൽക്കുള്ളൂ. അതെന്നും നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കുറവല്ല. ഇൻഫ്ലുവൻസർമാരെ പറ്റി ഇന്നത്തെ കാലത്ത് അവർ സ്വാധീനിക്കുന്നുണ്ട്. അത് പലതരത്തിലാണ്. അതായത് ഇപ്പോൾ എല്ലാവരും സ്വാധീനിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അവർ ജസ്റ്റ് അവരെന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പ്രൊഡക്റ്റ് അതിൻ്റെ എന്താ പറയുക ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ജെന്യൂൻ ആണോ എന്ന് പോലും നോക്കാണ്ട് ചെയ്യുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പോസിറ്റീവായിട്ട് തന്നെ ഇപ്പോൾ പല പ്രൊഡക്റ്റുകളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇപ്പോൾ കൊറിയൻസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ് അങ്ങനത്തെ അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിവ് കിട്ടുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി പറയുകയാണെങ്കിൽ അത്ര ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡ്രസ്സിൻ്റെ കാര്യത്തിലല്ല, ഞാൻ ചില പ്രൊഡക്ട്സുകളൊക്കെ ഇപ്പോൾ ഈ ആയുർവേദിക് പ്രൊഡക്ട്സുകൾ അങ്ങനത്തെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ജെന്യൂനായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് 100% എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്. കുറേ ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയുന്നുണ്ട്. പിന്നെ ഇത് കട വന്നാലും അതാണ് അറിയുന്നുണ്ട്. പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ മിക്ക കാര്യങ്ങളും അവരോട് ഞാൻ അറിയണം. ഇൻഫ്ലുവൻസർ ആയാലും ഇപ്പോൾ കുറേ
ചാറ്റിങ് കാണാൻ കിട്ടുന്നവരൊക്കെ അധികം കാര്യങ്ങളാണ്. അത് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ സ്വാധീനിക്കുന്നുണ്ടോ? പലരും സ്വാധീനിച്ചിട്ടുണ്ട്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പം എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടി എടുക്കാനും ഇപ്പോൾ ഒരു ഓഫർ ഉണ്ടെന്ന് പറയുന്നത് പോലും അവർ വൈകിട്ട് അപ്പോൾ അത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ ഇതിലേക്ക്. ഈ ബ്ലോഗ്സ് ഒക്കെ കാണുമ്പോൾ അവരെ ലൈഫ് സ്റ്റൈൽ നമ്മളെക്കാട്ടി മോശമാണല്ലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരെ പോലെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ആയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്. അത് വേറെ നെഗറ്റീവ് ഇഷ്ടപ്പെട്ട ഒരു influencer ആരാ? ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസറോ സിമിർ ബ്രാൻ. ഇൻഫ്ലുവൻസർമാരെ കുറിച്ചാണ് നല്ല അഭിപ്രായമൊക്കെ തന്നെ. പക്ഷേ സോഷ്യൽ മീഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം പിന്നോട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ ഓരോ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ. നല്ല ഇൻഫ്ലുവൻസർമാരുണ്ട്, നമുക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അവരെ അനുഭവം കൊണ്ട് നമ്മൾ പഠിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് ഇൻഫ്ലുവൻസർമാർ കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കിയാണ്ട് അവരെ റവന്യൂ കൂട്ടുക എന്നുള്ളൊരു കുറേ ആൾക്കാർ. പക്ഷേ അങ്ങനെ കുറേ ഇൻഫ്ലുവൻസർ ഇപ്പോൾ നമ്മളെ എല്ലാവരും അറിഞ്ഞാണ് സ്വാഭാവികം. അങ്ങനെ കുറിച്ച് വരികയാണെങ്കിൽ നെഗറ്റീവിൻ്റെ ഭാഗത്തേക്കുള്ളവരുണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇല്ല അങ്ങനെ നമ്മൾ അവരെ ജീവിതം വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇൻഫ്ലുവൻസർമാരെന്നാണ് നമ്മൾ അങ്ങനെ വാങ്ങുന്നവരൊക്കെ. യൂട്യൂബിലാണോ അതോ ഇൻസ്റ്റയിലാണോ? യൂട്യൂബൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇൻഫ്ലുവൻസർമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സീക്രട്ട് ഏജൻ്റ് അറിയാം. ഭയങ്കര ഫാനാണ്. കുറേ കാണലുണ്ട് അടുത്ത്. രണ്ട് തരത്തിലും സ്വാധീനിക്കുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ രണ്ട് തരം വിഭാഗങ്ങളുണ്ട്, റിച്ച് ആൻഡ് പുവർ ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടാണ് നമ്മൾ അനുകരിക്കുന്നത്. അതിപ്പോൾ ഏത് കുട്ടികളായിക്കോട്ടെ, ഇപ്പോൾ ഒരു വിവാഹം ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കണം, ഇപ്പോഴത്തെ ജനറേഷൻ വിചാരിക്കുന്നത് അത് അങ്ങനെ ഒരു ലൈഫാണ്. റിയാലിറ്റി അതല്ല. അതൊരു ക്യാമറയുടെ മുന്നിൽ മാത്രമാണ് അവർ കാണിക്കുന്നത്. അതർവൈസ് ഒരു കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഒരു മോട്ടിവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടും കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മളൊരു എക്സ്പെൻസീവ് ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് പാരൻസിനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ല ജീവിക്കുമ്പോൾ എല്ലാ കുട്ടികളും മറ്റുള്ളവരെ പോലെ അനുകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരാണ് ഏറ്റവും കൂടുതൽ? നമ്മളെ പോലെയുള്ള പാരൻസാണ് ഇതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കുട്ടികൾക്ക് കാര്യം മാത്രം സംസാരിച്ചാൽ മതി. ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും ഈ കുട്ടികളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കേണ്ടത് പാരൻസാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പാരൻസാണ്. ആ കാര്യത്തിൽ നെഗറ്റീവാണ്. കമ്പാരിസൺ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മാരീഡ് കപ്പിൾസിനെ എടുത്ത് നോക്കുകയാണെങ്കിലും ക്യാമറയുടെ മുന്നിൽ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ഭർത്താവിനായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുകയാണ്. അങ്ങനെ മതി എന്നുള്ള ലെവലിൽ. അപ്പോൾ അതും ഒരു നെഗറ്റീവാണ്. അതർവൈസ് പോസിറ്റീവ് തിങ്സ് എന്ന് പറയുന്നത് കരിയർ, ബിസിനസ്, മോട്ടിവേഷൻസ്. നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിലും കുറേ മോട്ടിവേഷൻ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളത് നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. തെറ്റായ വിവരങ്ങൾ നൽകുന്ന ഇൻഫ്ലുവൻസർമാരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ കൂടി പരിശോധിച്ച് മാത്രം സ്വീകരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം.